ഇതിലല്ല. മുടിയാണെന്ന് അതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുണ്ടായിട്ടില്ല കത്തിക്കൽ ഹറാം, ഇപ്പം ഞാൻ പറഞ്ഞുകൂടെ? റസൂലിന്റെ ഖുസൂസിയാത്താണ്. റസൂലിന്റെ മുടി തീയിലിട്ടാൽ കരിയില്ല എന്നുള്ളത് റസൂലിന്റെ മുടിയുടെ ഖുസൂസിയാത്താണ്. അപ്പൊ അത് പരിശോധിക്കാൻ വേണ്ടി തീയിലിടാൻ പറ്റൂല. സംഗതി വശാൽ തങ്ങളുടെ മുടി തീയിൽ വീണാൽ കരിയൂല എന്നല്ലാതെ കരിച്ചു നോക്കൽ ലാ യഹ്റുമു യഹ്റുമു ഖത്അൻ ബിലാ ഖിലാഫിൻ ഹറാം. ഇനിയിപ്പോൾ അപ്പം എന്തായി? അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പ്രകാരം നമ്മുടെ എന്താണ് നമ്മുടെ ഖസ്റജി, അതാണല്ലോ ഇപ്പം നമ്മൾ പ്രശ്നമുള്ളത്. അപ്പം ഖസ്റജിക്ക് അബൂതല്ലത്തുൽ അൻസാരി തങ്ങൾ ഖസ്റജിയാണ്. അബൂതല്ലത്തുൽ അൻസാരിക്ക് പേരിത്ത് മുടി തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം പരമ്പരാഗതമായി ഖസ്റജിക്ക് കിട്ടാം, നിഷേധിക്കാൻ പറ്റൂല. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറയണം അല്ലേ? അപ്പൊ ഖസ്റജി ആർക്ക് കൊടുക്കാം? മർക്കത്ത് അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ഇതിന്റെ തനതായ രൂപമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് അതിന്റെ സംഗതി. അപ്പം വെറുതെ അതിന് പിഷ്ക് കൂട്ടിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് റസൂലോട് സ്നേഹമുണ്ട്, റസൂലോട് ബഹുമാനമുണ്ട്, സ്വലാത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ അന്യമതസ്ഥർ വരെ തങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ അത് പറയൽ ബാധ്യതയാണ് എന്ന നിലക്കാൻ സംസാരിക്കാനുണ്ട്. നിങ്ങളെ സംശയം തീരാൻ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ ഞാനെല്ലാം കൂടി ചോറ് വയ്ക്കുമ്പോൾ നമ്മൾ അയസിന് ഞങ്ങൾ ചോറ് വയ്ക്കുമ്പോൾ ഇങ്ങനെ തമാശ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാന്ന് പറഞ്ഞു, ക്ലാസ് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. അല്ല, ഇനി പെർമിറ്റ് അത്ര വരെ ഉള്ളൂ. ഇനി നമുക്കൊരു ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉഷാറായ ഒരു ക്ലാസ് റസൂലിൻ്റെ ഖുസൂസിയത്തിനെ കുറിച്ച് ഒരു ക്ലാസ് വെക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈ ഒരുമിച്ചു അപ്പോൾ ഇത് പാസ്സായില്ലേ? സംശയം ഉണ്ടോ? അല്ല, സംശയം അയാൾ ചോദിച്ചു. വരി ഇങ്ങോട്ട് വരി, എനിക്ക് തിരിയുന്നില്ല. അത് ആണെന്ന് പറഞ്ഞാൽ തിരിയുന്നില്ലല്ലോ. പറഞ്ഞു ഷാർ ഷരീഫ് അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിട്ടുവരുന്നതിന് പിറകെ അതിന് ലില്ലുണ്ടാവുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുസൂസിയാത്ത് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറയുന്നു ലം യഖഉ ലഹു ലില്ലുൻ ഫിൽ അർളി, തങ്ങൾക്ക് നഗലേ ഇല്ല, നഗലില്ല. അത് തങ്ങളെ ഖുസൂസിയാത്ത്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കാൻ നിങ്ങളായിരിപ്പ. അതിപ്പോ കെട്ട് ഉള്ള മുടി ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ഖസ്റജിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന സമയത്ത് നിഴൽ കാണുന്നുണ്ട് എന്ന് കമ്പ്യൂട്ടറിലെല്ലാം കാണിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ എങ്ങനെ കാണുന്ന മേഖലയുണ്ട് എന്നാ? എന്താ നിങ്ങൾ ചോദിച്ചു? മുടിയല്ലാത്ത മറ്റ് വസ്തുക്കൾ കത്തിക്കാൻ പറ്റുമോ? മുടിയല്ലാത്ത മറ്റ് റസൂലുള്ളാഹി തങ്ങളുടെ ഒന്നും പറ്റൂല. റസൂലിന്റെ ഒരു ജുസും പറ്റൂല. ടവല് കത്തിച്ച് ഒരു ടവല് കത്തിച്ച് കത്തിയില്ലാന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ആസാറിനെ മാനി ബഹുമാനിക്കലാണ്. അപ്പൊ ആസാറിനെ ബഹുമാനിക്കാന്നുള്ള നമ്മളുടെ ബാധ്യതയാണ്. അപ്പൊ അത് കത്തിക്കാന്നുള്ള ശരിയല്ലാന്ന് നമ്മൾ പറയുള്ളൂ. തങ്ങളുടെ ജുസുകാണ് മുടി എന്ന് പറഞ്ഞാൽ കത്തിക്കാൻ പറ്റൂല. നഗലില്ല എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. പിന്നെ ഇവർ പറയുന്നത് ഇപ്പൊ നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഉണ്ടാ? അതായത് ഖസ്റജി അവിടുത്തെ മ്യൂസിയത്തിൽ കാണിക്കുന്ന സമയത്ത് എടുത്തു മാറ്റുന്ന ആ ക്ലിപ്പിലൂടെ അവര് അതിനെ നിഴലിങ്ങനെ കാണിച്ച് അതിലേക്ക് പ്രത്യേക മാർക്കാക്കി കാണിക്കും. അല്ല, അങ്ങനെ പറയുന്ന അന്നേരം തന്നെ ആണെന്ന് ഖസ്റജിയോടല്ലേ ചോദിക്കണ്ടേ? അത് വന്നിട്ട് നമ്മളോട് ഇടുന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഇറങ്ങിയില്ലല്ലോ. വേറെന്താ? ഷാർ മുബാറക്ക് പോലോത്തതിൻ്റെ സനദിൻ്റെ വിഷയത്തിൽ ആക്ഷേപിക്കുന്നവരെ കുറിച്ച് അവരുടെ അവസ്ഥ എന്താണ്? അല്ല, ഞാൻ തങ്ങളല്ലേ, ഞാനെന്താ പറയണ്ടേ?
ആക്ഷേപിക്കുന്നവൻ ഞാൻ ആക്ഷേപിക്കാതിരിക്കാൻ ഇപ്പം ഇതല്ല ഞാൻ പറഞ്ഞത്. ആക്ഷേപിക്കൽ ശരിയല്ല, നബിത്തങ്ങളുടെ ഷെയറിനെ കുറിച്ച് അങ്ങനെ ആക്ഷേപിക്കൽ ശരിയല്ല എന്നിപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി അവരവസ്ഥ എന്താണെന്ന് ഇപ്പം പറഞ്ഞാൽ അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ. മർക്കസിലുള്ള ഷാർ മുബാറക്കിനെ കുറിച്ച് ഒരു കെട്ട് മുടി എന്നൊക്കെ ആക്ഷേപിക്കുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ മർക്കസിലുള്ള മുടി ഒരു കെട്ടായിട്ട് ഞങ്ങൾ കുറേ വർഷമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു കെട്ടായിട്ട് അവിടെ കാണുന്നില്ല, 2 or 3 കഷ്ണങ്ങൾ മാത്രമേ ആ മർക്കസിലുള്ള ഷാർ മുബാറക്ക് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അല്ല, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കെട്ടിൻ്റെ കഥ പറഞ്ഞല്ലോ. ഇനി അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കെട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം. കെട്ടുണ്ടെങ്കിലും ദോഷമല്ല എന്ന് ഇപ്പം പറഞ്ഞില്ലേ. ഇനി പിന്നെ അത് ചോദ്യമല്ലല്ല. ഞാൻ പറഞ്ഞു, തങ്ങളെപ്പോൾ ഇപ്പം വന്നതാ, നേരത്തെ എന്തിനാ മർക്കസ് അല്ല ഞാൻ പറഞ്ഞു ഞങ്ങളെ ഇപ്പം വന്നിരിക്കും. ഇനി എന്താ വേറെന്ത് പറയണ്ടപ്പം? നമുക്ക് സമയം പോകുന്നു, നിസ്കരിക്കാനായി 1:30-1:15. പിന്നെ നമ്മളെ സനദ് യോഗത്തിന് അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവരും ഹനീഫിയുടെ എല്ലാവരും സനദ് യോഗത്തിന് നിർബന്ധമായിട്ടുണ്ടാവണം. നമുക്കൊരു ക്ലാസ്സും കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് പള്ളിയിലാണ്, അത് ഈ ടൗണാളൊന്നും വേണ്ട, നല്ലൊരു പള്ളിയിൽ ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് നിങ്ങൾ തന്നെ മംഗലാരക്കാർ വെക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ എല്ലാവരും സജീവമായിട്ട് കൂടണം കേട്ടോ, നമ്മളെ സന്നദ്ധ യോഗത്തിൻ്റെ എല്ലാവരും കൂടും. വേറെ ഒന്നും പറയാനുള്ളതൊക്കെ അഭി പറ, അല്ലെങ്കിൽ ഞാൻ സമയം കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും. ആ തങ്ങളാ